കണ്ണച്ചപ്പത്തിരി കോഴിക്കോടുകാരുടെ സൽക്കാരങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് ഈ ഒരു കണ്ണച്ചപ്പത്തിരി. കണ്ണച്ചപ്പത്തിരി പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, അകം സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. എനിക്കിത് വെറുതെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ കണ്ണച്ചപ്പത്തിരി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് പുറം ഭാഗം ഇങ്ങനെ ക്രിസ്പി ആയിട്ട് അതൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കണ്ണച്ചപ്പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാമല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മൈദയാണ്. ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തേക്കുന്നത്. 1.5 കപ്പ് മൈദയുടെ കൂടെ നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ എനിക്ക് മൈദയിൽ മാത്രം ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ഗോതമ്പ് പൊടിയിൽ മാത്രം ഉണ്ടാക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്യ് ഈ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് മൊത്തത്തിൽ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ എന്തായാലും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഒഴിക്കേണ്ട, നമ്മൾ പതുക്കെ ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്തായാലും വെള്ളം കൂടാൻ പാടില്ല. ഈ ഒരു കറക്റ്റ് അളവ് തന്നെ നിങ്ങൾ കയ്യിൽ വെക്കുക വെള്ളം 1 കപ്പ്. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂണേ നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതലായിട്ട് ആവശ്യം വരികയാണെങ്കിൽ വരുള്ളൂ കേട്ടോ. നന്നായിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നല്ലപോലെ കൈവച്ചിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ കുഴച്ച ഒരു മിക്സ് ഏകദേശം ഒരു 15 മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കാൻ കൂടെ വേണം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സ് 15 മിനിറ്റോളം നമുക്കൊന്ന് മൂടി വയ്ക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒരു മാവ് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി വരും. എന്നാലോ അതിൽ കൂടുതൽ സമയം വെക്കുകയും വേണ്ട കേട്ടോ. അതിൽ കൂടുതൽ സമയം വെച്ചാൽ ഭയങ്കര സോഫ്റ്റായി പോവുകയും ചെയ്യും. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ മാവ് കണ്ടല്ലോ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഒന്നുകൂടെ കുഴച്ചെടുത്തതിന് ശേഷമാണ് ഞാനിത് ബോൾസാക്കി എടുക്കുന്നത്. നമ്മൾ ബോൾസാക്കി എടുക്കുന്ന സമയത്ത് നമ്മുടെ ചപ്പാത്തി പരത്തുമ്പോൾ എടുക്കുന്ന ബോൾ ഉണ്ടല്ലോ, അതിലും കുറച്ചുകൂടെ വലുപ്പത്തിൽ വേണം നമ്മളത് എടുക്കാനായിട്ട്. എന്നാൽ ഭയങ്കര വലുപ്പം ആവരുത് കേട്ടോ. അതിൻ്റെ രണ്ടിൻ്റെ ഇടക്കില്ല ആ ഒരു പരുവത്തിൽ അങ്ങ് എടുത്താൽ മതി. അപ്പോൾ അതേ നമുക്ക് ഇത്രയും ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് പരത്തിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഓയിൽ വേണം കേട്ടോ നമുക്ക് ഇതിൻ്റെ കൂടെ പരത്തിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ പരത്താൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി കൂടെ ഉപയോഗിക്കണം. ഒരിക്കലും ഒരുപാട് പൊടി ഇട്ടിട്ട് പരത്തരുത്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊരിക്കുന്ന സമയത്ത് ആ എണ്ണ അങ്ങനെ കറുത്ത് പോവുകയും ചെയ്യും. നമ്മൾ പൊരിക്കുന്ന ഈ പത്തിരി ഉണ്ടല്ലോ അതും ഒന്ന് കറുത്ത് പോകും ഒരുപാട് പൊടി ഇട്ടിട്ട് നമ്മൾ പരത്തിയില്ല. അപ്പോൾ വളരെ കുറച്ച് മാത്രം പൊടി ഇട്ടിട്ട് പരത്തുക കേട്ടോ. ഞാൻ അപ്പോൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് മൈദ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ ആദ്യം ഒന്ന് റൗണ്ട് ആക്കിയിട്ട് പരത്തിയെടുക്കാം. അത്യാവശ്യം കുറച്ച് വലിയ ചപ്പാത്തി പോലെ അങ്ങ് പരത്തിയെടുക്കാം. എന്നിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഓയിലുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളൊന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓയിൽ പുരട്ടി കൊടുക്കുന്നത്. എന്നിട്ട് ഇതേ 2 സൈഡിൽ നിന്നും ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം ആ മടക്കിയതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇത് വീണ്ടും ഒരു ബോക്സ് ഷേപ്പിലാക്കിയിട്ട് വേണം അങ്ങനെ മടക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടല്ലോ ഇതിപ്പോൾ ഒരു ചതുരാകൃതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് ഓയിലൂടെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഒന്നുകൂടെ നല്ല പോലെ ആ ലെയർ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഇതേ 4 ഭാഗത്തുനിന്നും ഇങ്ങനെ ഇതൊന്ന് നമ്മൾ സെൻറ്റർ ഭാഗത്തേക്കാക്കിയിട്ട് മടക്കി കൊണ്ടുവരിക. ഇനി നമ്മൾ ഈ മടക്കിയ ഈ ഒരു ഇത് തിരിച്ചിട്ടിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. നമ്മളിതിങ്ങനെ തിരിച്ചിട്ട് പരത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഷേപ്പ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും അതങ്ങ് അവിടെ ഒട്ടിപ്പിടിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് മറ്റേ രൂപത്തിൽ തന്നെ പരത്തിയെടുക്കുകയാണെങ്കിൽ ഇത് വേറെ ഷേപ്പിലേക്കാണ്ടായി പോകും. ഇതുപോലെ സ്ക്വയർ ആയിട്ട് വരികയില്ല. അപ്പോൾ കണ്ടല്ലോ ഇത് നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നോക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് 1-2 ഫ്രൈ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ എണ്ണയിൽ അല്പം പൊട്ടും പൊടിയൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതേ ഇതുപോലെ ഇത് അങ്ങ് വീർത്ത് വരും. വീർത്ത് വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, 4 ഭാഗത്തുനിന്ന് മടക്കിയെടുത്ത ആ ഒരു ഷേപ്പ് അത് ഇതുപോലെ കണ്ണുപോലെ അങ്ങ് വിടർന്ന് വരും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിന് ആ ഒരു പേര് വരാനുള്ള കാരണം കേട്ടോ. അപ്പോൾ നല്ല പുറം ഭാഗം നല്ലപോലെ ക്രിസ്പി ആവുന്ന രീതിയിലും എന്നാൽ അകത്തെ ലെയറൊക്കെ സോഫ്റ്റായ രീതിയിലുമാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ ഈ രീതിക്കാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മളത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പുറം ഭാഗം ഒരു ക്രഞ്ചി ആയിട്ട് തന്നെ കിടക്കുകയും വേണം. എന്നാൽ അകം കുറച്ച് സോഫ്റ്റ് ആയിട്ടും വേണം കേട്ടോ. അകം കൂടെ നല്ലപോലെ ഇങ്ങനെ ക്രഞ്ചി ആക്കാനായിട്ട് നിൽക്കരുത്. പിന്നെ ഇത് നമുക്ക് ഇതുപോലെ ഡീപ്പ് ഫ്രൈ അല്ലാണ്ടും ചെയ്യാം കേട്ടോ. പാനിലിട്ടിട്ട് അല്പം എണ്ണ മാത്രം തൂവിയിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതാക്കി എടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ രുചി അതൊന്ന് വേറെ തന്നെയാണ്.
രണ്ടും രണ്ട് രുചി തന്നെയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതിനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത് ഏത് കറിയുടെ കൂടെ നമുക്ക് കഴിക്കാം. ചിക്കനും അതുപോലെ ബീഫും ഇതൊക്കെ തന്നെയാണ് ഇതിന് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതല്ലാതെ വെറുതെ കഴിക്കാനും എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ കണ്ണച്ചപ്പത്തിരി തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും, അങ്ങനെയുള്ളവർ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.